5 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പൊക്കെ പൂർത്തിയായി. പിന്നാലെ പാചകവാതക വാണിജ്യ സിലിണ്ടറുകളുടെ വില കേന്ദ്ര സർക്കാർ കുത്തനെ അങ്ങ് കൂട്ടി. ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് 1000-ഓളം രൂപയാണ്. നിഷാദെ, 3000 രൂപയിലധികമാണ് ഒരു വാണിജ്യ സിലിണ്ടറിന്. നാളെ മുതൽ പൊറാട്ടയ്ക്കും ചായക്കും ഒക്കെ വില കൂടും. അതാണ് എല്ലാ ജീവിത മേഖലകളെയും ബാധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വില വർദ്ധിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ ഇല്ല, അത് തെറ്റായ കഥയാണ്, അങ്ങനെ ഒരു സംഗതി ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മളുടെ കറണ്ട് പോയതുപോലെ വില വർദ്ധിക്കുക എന്ന് പറഞ്ഞ സംഗതി യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിൽ തന്നെ ചോട്ടു സിലിണ്ടർ എന്ന് വിളിക്കുന്ന ചെറിയ സിലിണ്ടറിന് 600 രൂപയിലധികം വിലയായി കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും അടിത്തട്ടുകാരായ മനുഷ്യരെ വളരെ സീരിയസ് ആയിട്ട് ഇത് ബാധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ ഒരു ഭാരം എടുക്കാൻ സർക്കാർ തയ്യാറല്ല എന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ്. എണ്ണവില അതിന്റെ പിന്നാലെ വർദ്ധിക്കാൻ പോകുന്നു. 1 ലിറ്ററിന് 25-30 രൂപ വർദ്ധിക്കുന്ന ഒരാൾ കഥയുണ്ട്. അത്രയും പറഞ്ഞു അതിന്റെ മാക്സിമത്തിലാക്കിയിട്ട് ഒരു 10-15 രൂപ വർദ്ധിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് സർക്കാർ നടത്തുകയാണ്. സമീപകാലത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ജീവിത ദുരിതത്തിലേക്ക് ഇന്ത്യ കടക്കാൻ പോകുന്നു. ഏറ്റവും വലിയ വിലക്കയറ്റത്തിൽ നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. ഒരർത്ഥത്തിൽ സർക്കാരിന് വേണമെങ്കിൽ നമ്മുടെ ഭാരം വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അതിന്റെ കണക്ക് പെട്ടെന്ന് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ 2021-22 വർഷം 3.63 ലക്ഷം കോടിയാണ് സർക്കാർ എങ്ങനെ ഉണ്ടാക്കിയത്? ഈ പറഞ്ഞ ടാക്സിലൂടെ ഉണ്ടാക്കിയത്. അതിങ്ങോട്ട് നോക്കിയാൽ 2.8, 2.7, 2.7 ലക്ഷം കോടികൾ സർക്കാർ സമാഹരിച്ച് കാണാൻ പറ്റും. എങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു ആലോചിക്കണം. മറ്റേ 2023 മറ്റേ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഓഫർ പ്രൈസിലാണ് റഷ്യ നമുക്ക് എണ്ണ തന്നത്. ഈ പൈസയൊക്കെ കക്കൂസ് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുമല്ലേ? അത് കഴിഞ്ഞ ശേഷം റഷ്യ ഓഫർ പ്രൈസിൽ തന്നു. ലോകത്തെ കഴിഞ്ഞു ഓഫർ പ്രൈസിൽ റഷ്യ എന്ന എണ്ണ, അതിന്റെ കൂടെ 20% എഥനോൾ എന്ന് പറയുന്ന സംഗതി, ആ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ക്രൂഡിന്റെ ഏറ്റവും കുറഞ്ഞ വില. അന്നും നമുക്ക് 5 പൈസ ജി കുറച്ചിട്ടില്ല. അന്ന് മൊത്തം ഉണ്ടാക്കി പോക്കറ്റ് വെച്ചിട്ടില്ലേ? ആ സംഗതി എടുത്ത് വേണമെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഹോർമുസിലെ പ്രതിസന്ധി കൊണ്ടാണല്ലോ ഇപ്പോൾ കൂടിയിരിക്കുന്നത്. ഇനി ഹോർമുസിലെ പ്രതിസന്ധി കഴിഞ്ഞു എഴുതുക, ഇത് കുറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് സെറ്റ് ചെയ്യപ്പെടും. ഈ 105 എത്തിയത് സെറ്റ് ചെയ്തല്ലോ. 105 വീണ്ടും കുറച്ച് 84 രൂപ വരെ പ്ലസ് ടാക്സ് അടക്കം 84 രൂപയ്ക്ക് തരാമായിരുന്നു. 84 പോയോ? 90 പോലും പോയില്ല. 105 നിന്നും താഴേക്ക് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് മാത്രമൊന്നുമല്ല, ഈ ഹോർമുസ് തുറന്നാലും ഹോർമുസ് ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി തീരാൻ വർഷങ്ങൾ എടുത്തേക്കാം. സോ അതുകൊണ്ട് നാം വലിയൊരു നരകയാതനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കരുതിയിരിക്കുകയെന്ന് ഞാൻ പറയുന്നത്. അതെ, ഇപ്പോൾ ഗ്യാസിന്റെ വില കൂടിയിട്ടുള്ളൂ, ഗാർഹിക സിലിണ്ടറുകളുടെ വില കൂട്ടുന്നില്ല എന്ന് ന്യായമൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഹോട്ടലുകളിലൊക്കെ വില കൂടി കഴിഞ്ഞാൽ ആരെയാണ് ബാധിക്കുന്നത്? സാധാരണക്കാരെ തന്നെയാണ്. ഇനി എണ്ണയുടെ വില, അതായത് പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടി വർദ്ധിക്കാൻ പോകുന്നു. കാത്തിരുന്ന് കാണാം.